ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യ വികസനത്തിന്റെ കാലത്ത് മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 530 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. മാർച്ച് 31 മുൻപായി തുക വിനിയോഗിക്കാൻ നിർദ്ദേശം. 38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ ഔദ്യോഗിക സമാപനം. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്തെ കായിക താരങ്ങൾ ലോകശ്രദ്ധ നേടുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസണിന് ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ നിലനിൽക്കുന്നു എന്നുറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്ന 10ാമത് അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. The advances in technology have given us a better quality of life in some ways. In such a competitive world, we must ensure that our human values remain intact. In fact, every human being needs to put in extra efforts consciously to promote human values of compassion, love and unity. നാളെ റാഞ്ചിയിൽ BIT മേസ്രയുടെ 70ാം വാർഷികത്തിലും ശ്രീമതി മുർമു പങ്കെടുക്കും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ ജമ്മു സന്ദർശിക്കും. ഖത്രയിൽ ശ്രീമാതാ വൈഷ്ണോദേവി സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. തുടർന്ന് മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലും റിയാസി ജില്ലയിലെ ഭൈറോൺ ക്ഷേത്രത്തിലും ശ്രീ ധൻകർ ദർശനം നടത്തും. ഈ നൂറ്റാണ്ടിലെ സുപ്രധാന പ്രതിരോധ പങ്കാളിത്തത്തിനായി 10 വർഷത്തേക്കുള്ള പുതിയ രൂപരേഖയിൽ ഒപ്പുവെക്കുമെന്ന് ഇന്ത്യയും അമേരിക്കയും വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് 2035 വരെ നീണ്ടുനിൽക്കുന്ന ഈ പദ്ധതി. വാഷിംഗ്ടൺ ഡിസിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. വ്യാവസായിക മേഖലയിലെ പങ്കാളിത്തവും സഹകരണവും US ഇന്ത്യ വ്യാപാര ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പോരാടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. आतंकवाद के खिलाफ लड़ाई में भारत और अमेरिका दृढ़ता से साथ खड़े रहे. हम सहमत हैं कि सीमा पार आतंकवाद के उन्मूलन के लिए ठोस कार्रवाई आवश्यक है और मैं राष्ट्रपति जी का आभारी हूं. उन्होंने 2008 के जिसने भारत में नरसंहार किया उस मुजरिम को अब भारत के हवाले करने का निर्णय किया है. भारत की अदालतें उचित कार्रवाई करेंगी. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാരം 2030ഓടെ $500 ബില്യൺ ഉയർത്തുമെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണത്തിലൂടെ മികച്ച ഒരു ലോകത്തെ രൂപപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് 3 ആഴ്ചയ്ക്കകമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് ഇരു നേതാക്കളും നൽകുന്ന മുൻഗണനയെ സൂചിപ്പിക്കുന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ ഉഭയകക്ഷി വ്യാപാര കരാറിൽ 2025 അവസാനത്തോടെ ധാരണയിലെത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF സേനാംഗങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സൈനികരുടെ ജീവത്യാഗം വരും തലമുറകൾ ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 529.5 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ടൌൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് കേരളം നൽകിയ കത്ത് പരിഗണിച്ച് വായ്പ അനുവദിച്ചത്. പലിശയില്ലാത്ത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. എന്നാൽ തുക വരുന്ന മാർച്ച് 31 മുൻപ് വിനിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ടൌൺഷിപ്പിൽ റോഡ്, പാലം, സ്കൂൾ തുടങ്ങി ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി പണം വിനിയോഗിക്കാം. എന്നാൽ മൂലധന നിക്ഷേപ വായ്പ ചെലവഴിക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയപരിധി പ്രായോഗികമല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. കേന്ദ്ര നടപടിയെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു ഞായറാഴ്ച ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗോത്ര സമൂഹങ്ങളുടെ കരകൌശലം, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവ പ്രചരിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്കിടയിൽ പ്രചരിക്കാൻ ഗോത്രവർഗങ്ങൾക്ക് ലഭിക്കുന്ന അവസരമായിരിക്കും പരിപാടിയെന്ന് കേന്ദ്ര ഗോത്രവർഗകാര്യ സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഊർജ്ജ പ്ലാറ്റ്ഫോമായി ഇന്ത്യ എനർജി വീക്ക് മാറിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. കേവലം ഒരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നതിന് പകരം യഥാർത്ഥ ബിസിനസ് ഇടപാടുകളിലൂടെ ഈ പ്ലാറ്റ്ഫോം വേറിട്ട് നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ എനർജി വീക്ക് 2025 സമാപന സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 700-ലധികം പ്രദർശകർ ഉൾപ്പെടെ 120 രാജ്യങ്ങളിൽ നിന്നുള്ള 70,000-ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്തെ മൊത്തവില അധിഷ്ഠിത പണപ്പെരുപ്പം കഴിഞ്ഞ മാസം 2.31% കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 2024 ഡിസംബറിൽ ഇത് 2.37%. ഭക്ഷ്യവില പണപ്പെരുപ്പം ഡിസംബറിൽ 6.02% ജനുവരിയിൽ 4.69% കുറഞ്ഞു. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യം, കായിക താരങ്ങൾക്കുള്ള പ്രോത്സാഹനം, മികച്ച പരിശീലനം എന്നിവയിലൂടെ രാജ്യത്തെ കായിക താരങ്ങൾ ലോകശ്രദ്ധ നേടുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ 38ാമത് ദേശീയ ഗെയിംസിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. जीत का जज्बा और हार से निराश न होना, यही खेल का संदेश. इसलिए जो जीते हैं और जो हारे हैं वो सभी खिलाड़ियों को मैं अनंत अनंत शुभकामनाएं देता हूं. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ ദേശീയ ഗെയിംസിന്റെ സമാപനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ദേശീയ ഗെയിംസിന്റെ പതാക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മേഘാലയ മുഖ്യമന്ത്രിക്ക് കൈമാറി. 39ാമത് ദേശീയ ഗെയിംസിന് മേഘാലയയാണ് വേദിയാകുക. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസണിന് തുടക്കമായി. ഗുജറാത്തിലെ വഡോദരയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടുന്നു. ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഹൈദരാബാദ് പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. ISL മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ നാളെ രാത്രി 11 മണി വരെ സർവീസ് സമയം ദീർഘിപ്പിച്ചു. കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിംഗിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പിറന്നാൾ ആഘോഷത്തിനായി മദ്യം വാങ്ങാൻ പണം നൽകാത്തതിനാലാണ് പ്രതികൾ ക്രൂരമായി റാഗിംഗ് നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിനൊപ്പമാണ് ശ്രീ ഷാ ചർച്ചയിൽ സഹ അധ്യക്ഷത വഹിച്ചത്. എല്ലാ കമ്മീഷണറേറ്റുകളിലും എത്രയും വേഗം പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രീ ഷാ നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിലെ 90% പോലീസ് ഉദ്യോഗസ്ഥർക്കും പുതിയ ക്രിമിനൽ നിയമത്തിൽ പരിശീലനം നൽകിയതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് പറഞ്ഞു. പുതുച്ചേരിയിൽ ആയുഷ്മാൻ ഭാരത് വയോവന്ദന പദ്ധതിക്ക് ഔദ്യോഗിക തുടക്കമായി. മുഖ്യമന്ത്രി N രംഗസ്വാമിയുടെ സാന്നിധ്യത്തിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാഷ് നാഥൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അർഹരായ മുതിർന്ന പൌരന്മാർക്ക് ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡുകൾ അദ്ദേഹം വിതരണം ചെയ്തു. 70 അതിൽ കൂടുതൽ വയസ്സോ ഉള്ള മുതിർന്ന പൌരന്മാർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് വയോവന്ദന പദ്ധതി. കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സൂര്യാഘാത സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യ വികസനത്തിന്റെ കാലത്ത് മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് 530 കോടി രൂപയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. മാർച്ച് 31 മുൻപായി തുക വിനിയോഗിക്കാൻ നിർദ്ദേശം.
38ാമത് ദേശീയ ഗെയിംസിന് ഉത്തരാഖണ്ഡിൽ ഔദ്യോഗിക സമാപനം. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്തെ കായിക താരങ്ങൾ ലോകശ്രദ്ധ നേടുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസണിന് ഇന്ന് തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.